നമ്മുടെ നാട്ടിലിപ്പോ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. മതം പറഞ്ഞ് അസുഖം മാറ്റിക്കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ചികിത്സാ രീതികളും കാര്യങ്ങളും, മന്ത്രവാദം. പിന്നെ ഇതിനൊക്കെ പുറമെ ഇനി നമ്മുടെ ഈ മോഡേൺ മെഡിസിൻ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ പേരിലും ഒരുപാട് ഹോസ്പിറ്റൽസും ഡോക്ടേഴ്സും ആളെ പറ്റിക്കുന്നുണ്ട്, കൊല്ലുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കാലാകാലങ്ങളായിട്ട് ഇപ്പോൾ സൊസൈറ്റിയിൽ കൂടിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ കുറയുന്നില്ല. അപ്പം ഞാൻ കുറേ അധികം കാലമായിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്താ ഇതെന്ന് ഇതെന്താണ് ആക്ച്വലി, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ചികിത്സാ രീതിയെക്കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്? ഇതിൻ്റെ ഒതൻറ്റിസിറ്റി എന്താ? ഇതിലാരെങ്കിലും ചികിത്സിച്ചിട്ടുണ്ടോ? ഈ വ്യക്തി ചികിത്സ ചെയ്ത് മാറി ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയണം എന്ന് വിചാരിച്ച് റിയാക്ഷൻ ചെയ്യാൻ കുറച്ചധികം കാലമായിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സുരേഷ് മേപ്പാടി, ഓക്കെ, കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, ഇല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി. സുരേഷ് മേപ്പാടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമ്മുടെ ഈ മാൻ വേഴ്സസ് വൈൽഡ് ബേഗിൽസിനെ പോലെ നടന്ന് പാമ്പിനെ തിന്നുന്നു, പുഴുവിനെ തിന്നുന്നു, മൂത്രം കുടിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട് അങ്ങേര്. ഓക്കെ, അതൊക്കെ ഡിഫറെൻറ്റ് ചാനലുകളിലാണ് വരുന്നത്. അദ്ദേഹത്തിന് സ്വന്തമായി ചാനൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഡിഫറെൻറ്റ് ചാനൽസിലായിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ടന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ആൾ വന്നിട്ട് ബാക്കിയുള്ളവരെല്ലാവരെയും വെല്ലുവിളിക്കും, കമൻറ്റ് ഇടുന്നവരെ വെല്ലുവിളിക്കും, ബാക്കി വൈദ്യന്മാരെയും ഡോക്ടർമാരെയും വെല്ലുവിളിക്കും. മൂപ്പര് പിന്നെ നടക്കും, പുല്ലും സാധനമൊക്കെ മേത്തു ചുറ്റി പുഴയെ ചാടും, എല്ലാം ചെയ്യും അങ്ങേര് പറയുന്നത് എല്ലാ സാധനത്തിനുള്ള മരുന്നും എല്ലാ രോഗത്തിനുള്ള മരുന്നും ഉണ്ടെന്നാണ് പറയുന്നത്. സുരേഷ് മേപ്പാടിയുടെ കുറച്ച് വിക്രിയകൾ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പൊ ഇത് ഈ മഞ്ഞൾ ക്യാൻസറിന്റെ മരുന്നാണ്. ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ധൈര്യമുള്ള ഒരു വൈദ്യനോ ധൈര്യമുള്ള ഏത് ഡോക്ടറോ ആണെങ്കിൽ, ഞാൻ SLC ഫെയിലാ, എന്നാൽ ക്യാൻസർ എന്ന അസുഖം, എയ്ഡ്സ് എന്ന അസുഖം ഈ സുരേഷ് മേപ്പാടിക്ക് മാറ്റാൻ പറ്റും. ക്യാൻസറിനുള്ള മരുന്ന് അങ്ങേര് പറയുന്നുണ്ട്. ക്യാൻസറിനുള്ള മരുന്ന് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻസറിന്റെ സ്റ്റേജ് പോലെ ഇരിക്കും. ആളുടെ വിൽ പവറും സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഒക്കെ പോലെ ഇരിക്കും ഒരാൾ ക്യാൻസറിനും സർവൈവ് ചെയ്യുന്നത്. ഓക്കെ, കൈവിട്ട് പോയി ഒരുപാട് സ്റ്റേജസ് കഴിഞ്ഞ ക്യാൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആളുകളുടെ തിരിച്ചുവരവ് വളരെ ദുഷ്കരമായിരിക്കും. ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ, തുടക്കത്തിൽ തന്നെ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം കണ്ടുപിടിച്ച് അതിൻ്റെ ചികിത്സയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്വയം കണ്ടുപിടിക്കണുണ്ടോ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ വേണം. നമുക്കിപ്പോൾ ഒരു ക്യാൻസർ പോലത്തെ ഒരു രോഗം ഡിറ്റക്ട് ചെയ്തു, നമ്മൾ യൂഷ്വൽ ജീവിച്ചിരുന്ന ആ ഒരു ജീവിത രീതിയിൽ നിന്ന് മാറി നമ്മൾ തന്നെ സ്വയം ഡോക്ടറോട് കൺസൾട്ട് ചെയ്ത് ഒരു ജീവിത രീതി കണ്ടുപിടിച്ച് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളതും നമ്മൾ എന്ത് ചെയ്യേണ്ട എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ച് പ്രോപ്പറായ മെഡിസിനും കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോയി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരുപാട് ലിവിങ് എക്സാമ്പിൾസ് നമ്മളുടെ മുന്നിലുണ്ട്. അപ്പോൾ മൂപ്പര് വന്നിട്ട് ഈ കാട്ടിൽ ചെടി പൊക്കി പിടിച്ചിട്ട് ക്യാൻസർ മാറുന്നൊക്കെ യൂട്യൂബിൽ നാട്ടുകാരെയാണ് വിളിച്ച് പറഞ്ഞ് ബാക്കിയുള്ളവരെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നുന്നത്. എന്നെ തെറ്റായ രീതിയിൽ കുറ്റപ്പെടുത്തുന്ന ആൾക്കാര്, അങ്ങനെ ഒരുപാട് കളിയാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കളിയാക്കി വരുമാനം നേടുന്ന ആൾക്കാർക്ക് നേടിക്കോ, കുഴപ്പമില്ല. അതല്ലാണ്ട് സുരേഷ് മേപ്പാടി മരുന്ന് തെറ്റായ മരുന്നാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ആണത്തം ഉണ്ടെങ്കിൽ വന്ന് പരീക്ഷിക്കാം. പിന്നെ ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖം ഒരു സീരിയസ് അസുഖമല്ല. പിന്നെ ഒരുപാട് പൈസകൾ ചെലവാക്കിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് 5 കൊല്ലം 6 കൊല്ലം കീമോ ചെയ്തു, ഇല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്തു, ഇങ്ങനെ പല ട്രീറ്റ്മെന്റ് ചെയ്തു, പല ഡോക്ടർമാരെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രോഗികൾ ഇന്ന് വരുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടതിന്റെ ശേഷമാണ് സുരേഷ് മേപ്പാടിന്റെ അടുത്ത് വരുന്നത്. അങ്ങനെ വന്ന ആൾക്കാര് ഗുണമാവുന്നുണ്ട്, പറയാണ്ടിരിക്കുന്നവരുണ്ട്. ഓക്കെ, സുരേഷ് മേപ്പാടിൻ്റെ അടുത്ത് വന്ന് ഗുണമായവരുണ്ട്. പിന്നെ ഒരുപാട് പേര് ക്യാൻസർ ആയിട്ട് ദ ഫൈനൽ സ്റ്റേജ് എന്ന് വരുമ്പോഴാണ് സുരേഷ് മേപ്പാടിൻ്റെ അടുത്ത് എത്തുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തിക്ക് ക്യാൻസർ ആണോ അല്ലേ എന്ന് സുരേഷ് മേപ്പാടി എങ്ങനെ മനസ്സിലാക്കും? അത് മനസ്സിലാവണ്ടേ? സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടൂൾസ് വെച്ചിട്ട് ഇവിടെ ആളുകൾക്ക് ക്യാൻസർ പോലത്തെ കാര്യങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ ട്രാക്ക് ചെയ്യുന്നത് കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ള ഒരു പ്രോസസ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആണ് കാരണം ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഒരാൾക്ക് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേണം, എക്യുപ്മെൻറ്റ്സ് വേണം, അതേമാതിരി സിംറ്റംസ് രോഗത്തിൻ്റെ കാണിക്കണം. മാക്സിമം ആളുകളുടെ ക്യാൻസറും കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നത് ഒരു 1-2 സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ഇനീഷ്യൽ സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്തതൊക്കെ അങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കത് എത്രയും പെട്ടെന്ന് മാറ്റാൻ പറ്റും. പക്ഷെ സ്റ്റിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പർ സെല്ല് മാതിരിയാണ്. വേറെ എന്തെങ്കിലും ഒരു രോഗം
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സിംറ്റം കാണിച്ചിട്ട് നമ്മളൊരു ഹോൾ ബോഡി ചെക്കപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു സിംറ്റംസ് പുറത്ത് വരുമ്പോഴോ ആയിരിക്കും ഓക്കെ ഇത് ക്യാൻസർ ആണോ അല്ലേ എന്നുള്ളത് കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാട് വലിയ പ്രോസസ്സുമാണ്. അത് എന്ത് തരം ക്യാൻസറാണ്, എന്ത് ഓർഗനാണ് ബാധിച്ചിട്ടുള്ളത് എന്നതൊക്കെ കണ്ടുപിടിക്കുന്നതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. അപ്പോൾ മൂപ്പരിത് ഒരാൾ വരുമ്പോഴത്തേക്ക് മൂപ്പർക്ക് ഇത് ഇനീഷ്യൽ സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ, അതോ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഇത് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചിട്ട് വേണോ സുരേഷ് മേപ്പാടിൻ്റെ അടുത്ത് പോകാൻ? ഇതൊക്കെ ഒന്ന് മൂപ്പര് ക്ലിയർ ആക്കി തന്നിരുന്നെങ്കിൽ അടിപൊളി. ഇത് എത്ര ഇടണോ അത്രയും നല്ല. തേങ്ങന്റെ ഒരു ഗുണമുണ്ട്, വേവിച്ച് തിന്നാൽ കൊളസ്ട്രോൾ ആണ്. വേവിക്കാണ്ട് പച്ചയ്ക്ക് തിന്നണ എത്ര തിന്നണോ അത്രയും നല്ലതാണ്. ഇത് നല്ല കൊളസ്ട്രോൾ ആണ്. യൂറിക് ആസിഡ് മുതൽ എയ്ഡ്സ് വരെ മാറ്റുന്ന ഒരു മരുന്നാണ് ഇത്. ക്യാൻസറിന് പറ്റിയ മരുന്ന് തേങ്ങയും പഴവും. അപ്പോൾ ക്യാൻസറിന് മരുന്നില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. മരുന്നുണ്ട്. ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച എല്ലാത്തിനും മരുന്നുണ്ട്. മരുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് നേച്ചറിലെ എല്ലാ എന്താ പറയുക അസുഖത്തിനുള്ള ഒരു റെമഡി സൊല്യൂഷൻ കാണും, ഇല്ലാന്ന് ഞാനും പറയുന്നില്ല. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒതൻറ്റിസിറ്റി എന്താ? മൂപ്പര് പറയുന്നത് ഈ പച്ചലയും പഴവും കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ മാറും, എയ്ഡ്സ് മാറും എന്നൊക്കെയാണ്. ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണോ? അല്ല. ഇതൊക്കെ ഒരു വാക്കിൻ്റെ മുകളിൽ മൂപ്പരാണ്ട് വിളിച്ച് പറയും. അത് 10 ആൾ യൂട്യൂബ് ചാനലിൽ ഇരുന്ന് കാണും. ഈ 10 ആളിൽ ഒരാൾ ചിലപ്പോൾ മൂപ്പരെ വിശ്വസിച്ച് മൂപ്പരെ നമ്പറും മേടിച്ച് അഡ്രസ്സും മേടിച്ച് പോകും. പിന്നെ അയാളുടെ ഡീറ്റെയിൽസും ഇല്ല, ഒന്നുമില്ല. ഇയാൾ ചികിത്സിച്ച് ഒരുപാട് പേർക്ക് ഇതേപോലെ രോഗശാന്തി ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി അവരെല്ലാവരും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പുറം ലോകത്ത് അറിഞ്ഞിട്ടുണ്ടാവും. ഇയാൾ തന്നെ ഇപ്പോൾ ഈ ബോക്കിൽ നിന്ന് മാറി വല്ല വെൻസിലോ വീണുള്ളിലായിട്ടും പോയിട്ടുണ്ടാവുക. ഓക്കെ, അങ്ങനെയാണത്. ചെറിയൊരു രോഗശാന്തി ലഭിക്കുന്ന ഒരു സ്ഥലം അത് അറിയപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്യൂ ആവും. കാരണം നാളെ ഇനിയിപ്പോൾ സുരേഷ് മേപ്പാടിനെ പോലെ ഒരാൾ പോയിട്ട് ചികിത്സിച്ച് ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ കഥ? സോ എന്താ പറയുക, മെഡിക്കൽ അസോസിയേഷനും മെഡിക്കൽ കൗൺസിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് ക്ലാസ് നാട്ടുകാർക്ക് കൊടുക്കണം. അതേപോലെ തന്നെ ഇതിന് കുറച്ച് അന്വേഷിക്കും വേണം. നാട്ടിൽ ഇങ്ങനെ ഒരു ഒതൻറ്റിസിറ്റി ഇല്ലാതെ നടക്കുന്ന വൈദ്യന്മാരുണ്ടോ, നാട്ടുവൈദ്യന്മാരുണ്ടോ, പച്ചമരുന്ന് വിൽക്കുന്നവരുണ്ടോ, അവരുടെയൊക്കെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. ഓക്കെ. പിന്നെ രണ്ടാമത് കുടൽ ശുദ്ധീകരണം. സ്വയം ഇനീമ കൊടുക്കുക. ഇനീമ കൊടുക്കൽ എങ്ങനെ? ഇനീമ കപ്പ് 50 രൂപയ്ക്കോ 100 രൂപയ്ക്കോ പുറത്തുനിന്ന് മേടിക്കണ്ട. ഈ ഇല ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഇതാണ്ടോ, ഇല ഇങ്ങനെ ചുരുട്ടി പിടിക്കുക. ഇതാ യാമ്പൽപ്പൂവിൻ്റെ തണ്ട് ഇല ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഇതാ ഇതിൽ വെള്ളം വെക്കുക. വെള്ളം ഇങ്ങനെ നിറയ്ക്കുക. ഇതാ ഇങ്ങനെ നിറച്ച് ഇങ്ങനെ മലദ്വാരത്തിൽ മെല്ലാണ്ട് കുത്തി കൊടുക്കുക. ആദ്യം ഇത് ഓട്ടാക്കണം കേട്ടോ. ഇത് കുറച്ചും കൂടി ഈ പൈപ്പ് ഓട്ടാക്കണം. എന്നിട്ട് മലദ്വാരത്തിൽ ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ സ്വയം മിനിമ കുടൽ ശുദ്ധീകരണം. ഇത് ഡെയിലി ചെയ്യുന്നവർക്ക് അസുഖം ഉണ്ടാവില്ല. ശരിക്കും മലബന്ധമാണ് എല്ലാ അസുഖത്തിന്റെയും കാരണം. എല്ലാ അസുഖത്തിന്റെയും എന്തുണ്ടോ എന്ന് മാറ്റാൻ പറ്റുന്ന ഡോക്ടർമാർക്ക്. ഈ സുരേഷ് മേപ്പാടി എന്ന് പറഞ്ഞ ആൾക്ക് അസുഖങ്ങൾ എന്തൊക്കെയാണ്, അസുഖങ്ങളുടെ സിംറ്റംസ് എന്തൊക്കെയാണ്, അസുഖങ്ങൾ കാരണം ആളുകൾക്ക് എന്തൊക്കെ പ്രശ്നം വരും, പിന്നെ അവിടെയുള്ള ഡോക്ടർമാർ അത്യാവശ്യം അസുഖങ്ങൾക്ക് എന്തൊക്കെ മരുന്ന് റെഫർ ചെയ്ത് കൊടുക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയൊക്കെ മൂപ്പര് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. മലബന്ധം പ്രശ്നമാണ്. ഓക്കെ, നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു എന്താ പറയുക ഡൈജസ്റ്റീവ് സിസ്റ്റവും അല്ലെങ്കിൽ പുറത്ത് വേസ്റ്റ് തട്ടുന്നൊരു പരിപാടി ഇല്ലെങ്കിൽ പലതരത്തിലുള്ള ഇഷ്യൂസ് ആളുകൾക്ക് വരും. പക്ഷെ അതിന് ഈ പറഞ്ഞ ഇലയിൽ ഇനിമ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സുരേഷ് ഭായ് പോസിബിൾ ആണോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. പഴുത്തത് ഇതാ ഇത് ഒരുപാട് ഗുണമുണ്ട്. ഇതും ഇതിൽ ഈ കുരു ഉണ്ടല്ലോ, ഇത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത് നമ്മളെ ശുക്രത്തിന്റെ കളറായി സാധനം പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഇതാകുമ്പോൾ ഇത് കുട്ടികളില്ലാത്തവർക്ക് ഇതും പറ്റും. അത് എന്താ പറയുക, അവരെ കേടുകളും കുടല്, കിഡ്നി, ലിവർ എല്ലാം ശുദ്ധീകരിച്ച് അത് എന്തൊക്കെ കേടുകളെ പുറന്തള്ളി കഴിക്കാൻ പറ്റുമോ എന്നാൽ മാത്രമേ ഇത് ഗുണമാവത്തുള്ളൂ. എല്ലാ പഴവും അങ്ങനെ തന്നെ ഒരു രുചി. ഓക്കെ, സുരേഷ് മേപ്പാടി പറയുന്നത് ഒരു പഴം പൊളിച്ചിട്ട് ആ പഴത്തിനകത്തുള്ള കുരു ശുക്ലത്തിന്റെ കളർ ആയതുകൊണ്ട് കുട്ടികൾ ഉണ്ടാവാൻ ഇത് നല്ലതാണ്. അങ്ങനെ കഞ്ഞിവെള്ളം ശുക്ലത്തിന്റെ കളറല്ലേ, മൂന്തി ഇരുന്ന് കുടിച്ചാൽ പോരെ രാവിലെ രാത്രി വൈകുന്നേരം കഞ്ഞിവെള്ളം കുട്ടികളുണ്ടാവാൻ. ഈ കളറ് നോക്കി, പഴത്തിനകത്തുള്ള കുരുവിൻ്റെ കളറ് നോക്കി അത് ശുക്ലത്തിൻ്റെ കളറാണ്, ഇത് കുട്ടികളുണ്ടാവാൻ നല്ലതാന്ന് പറയുന്ന രീതിയോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. ഓക്കെ, കാരണം ഇങ്ങനെയൊക്കെ പഴവും കാര്യങ്ങളും ഇങ്ങനത്തെ സിദ്ധ വൈദ്യന്മാരും ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ മുട്ടിന് ഈ പറഞ്ഞ ഫെർട്ടിലിറ്റി സെൻറ്റേഴ്സൊക്കെ എന്തിനാണ് തുടങ്ങുന്നത്?
ഈ നാട്ടിൽ ഏറ്റവും വലിയ സ്കാം നടക്കുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ പൈസ ചിലവാക്കുന്നതുമായിട്ടുള്ളൊരു പരിപാടിയാണ് കുട്ടികളില്ലാത്തതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഫെർട്ടിലിറ്റി സെൻറ്റേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ അറിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ടത് ഇതേപോലൊരു യൂട്യൂബ് ചാനലിൽ ചുമ്മാ വന്നൊരു പഴം പൊളിച്ച് ഇതാണ് അതെന്ന് പറഞ്ഞിട്ടല്ല. സയൻറ്റിഫിക്കലി ഇത് പ്രൂവൺ ആക്കാൻ പറ്റുമെന്ന് നോക്കണം. സയൻസും മോഡേൺ സയൻസും ഈ പറയുന്ന നമ്മുടെ നേച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇതേപോലുള്ള ഓരോ പഴങ്ങൾ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ നിങ്ങളെ ഔഷധം എന്ന് പറയുന്ന ചെടികൾ ഇതെങ്ങനെ ഇപ്പോഴത്തെ മോഡേൺ സയൻസുമായിട്ട് കമ്പൈൻ ചെയ്ത് ഇതിൽ റിസൾട്ട് ഉണ്ടാക്കി ആളുകളുടെ ഇടയ്ക്ക് എത്തിക്കാം എന്നല്ലേ നോക്കണ്ടേ. അതാണ് ചെയ്യേണ്ടത് ആക്ച്വലി. അല്ലാതെ മൂപ്പര് ഈ പറയുന്ന പോലെ എന്താ പറയുക, ഈ പഴം കഴിച്ചാൽ അത് മാറും, ഇന്ന കുളി കുളിച്ചാൽ ഇത് മാറും എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഇത് ആളുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഓക്കെ, ഇത് നിങ്ങളുടെ ഭാഗത്ത് ഒതൻറ്റിസിറ്റി ഉണ്ടെങ്കിൽ സുരേഷ് മേപ്പാടി അതാണ് ശരിക്കും ചെയ്യേണ്ടത്. അല്ലാതെ ചുമ്മാ അവിടെ ഇവിടെയും കടന്ന് പുഴുവിനെ തിന്നിട്ടും പഴം തിന്നിട്ടും ഇത് കഴിച്ചാൽ അത് മാറും എന്ന് പറഞ്ഞാൽ നാളെ 100-ൽ ഒരാൾ കേട്ടിത് ചെയ്ത് പണി കിട്ടിയാലും പണി തന്നെയല്ലേ. സുരേഷ് മേപ്പാടി ഉത്തരം പറയൂ. അവസ്ഥയാണ്. നീയൊക്കെ കമന്റ് അടിച്ചാലും വെട്ടി വീത്തിയും കൊണ്ട് സുരേഷ് മേപ്പാടി മുന്നോട്ട് വരും. എന്നെ ദൈവം വിചാരിച്ചാൽ മാത്രമേ തകർക്കാൻ പറ്റുള്ളൂ. പിന്നെ വേറെ മനുഷ്യനായി ജനിച്ച ഒരുത്തിനെ കൊണ്ട് തൊടാൻ പോലും കഴിയും. ചിന്തയും കൊണ്ട് അടിക്കും. നീ അവിടെ മനസ്സിൽ വിചാരിക്കുമ്പോൾ ഞാൻ ചിന്തയും കൊണ്ട് അടിച്ചളയും. അതാണ് സുരേഷ് മേപ്പാടി. മോനെ പഞ്ചിടാനെ ചിന്ത കൊണ്ട് അടിച്ചളയുന്നൊക്കെ ഒരു പഞ്ചിടായ ഇപ്പൊ ഈ അടുത്ത കാലത്ത് വന്ന വീഡിയോയില് ഫുൾ വെല്ലുവിളിയും പഞ്ച് ഡയലോഗും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ. പാമ്പുണ്ടെങ്കിലും എന്നെ കടിക്കാൻ വേറെ എന്തുണ്ടെങ്കിലും ശരി, സുരേഷ് മേപ്പാടിന്റെ കാറ്റടിക്കുമ്പോൾ അത് തന്നെ തിരിഞ്ഞോടുന്ന ഒരു ഇതാണ് സുരേഷ് മേപ്പാടി. ഞാൻ ചെയ്യുന്ന കണ്ട് ഒരുത്തനും ചെയ്യരുത്. ഉണ്ടെങ്കിൽ തന്നെ അത് 5 മിനിറ്റ് അവിടെ തന്നെ കിടക്കും. അപ്പോ അതാണ് അത് പ്രകൃതി ദൈവം കനിഞ്ഞു നൽകിയ വരമാണ്. സുരേഷ് മേപ്പാടി വരുമ്പോഴത്തേക്ക് പാമ്പും പഴുതാരയൊക്കെ ഓടും എന്നാണ് പറയുന്നത്. സുരേഷ് മേപ്പാടിന്റെ കാറ്റടിക്കുമ്പോഴത്തേക്ക് ഓടും, അല്ലെങ്കിൽ അവിടെ ഒരു 5 മിനിറ്റ് കിടക്കുന്ന പറയുന്നത്. നാറിയിട്ടാണോ കിടക്കണാവോ പടച്ചോനറിയാം. ഞാൻ ഒന്നും കൂടുതൽ പറഞ്ഞാൽ എന്താ അറിയോ, ഇങ്ങനെ പിടിച്ച് ട്രോളുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ച് തമാശയാക്കുന്നതും ആയിട്ട് തോന്നും. പക്ഷെ ഇതൊരു സീരിയസ് മാറ്ററാണ്. നമ്മൾ നരബലീനെ കുറിച്ച് പറയുന്നു, എന്തൊക്കെയോ ഈ പറഞ്ഞ നാട്ടിൽ നടക്കുന്ന ചികിത്സകളെ കുറിച്ച് പറയുന്നു. ഇതൊക്കെ പറയുന്നതിൻ്റെ ഇടയിലും ഒരാളെ പിന്നാലെ ഒരുപാട് ചാനലുകൾ ഓടുന്നുണ്ട്. അയാൾ ആ ചാനലിൽ ഇരുന്നിട്ട് ക്യാൻസർ മാറ്റും, എയ്ഡ്സ് മാറ്റും, മറ്റേ അസുഖം മാറ്റും, മറിച്ചേ അസുഖം മാറ്റും എന്ന് പറഞ്ഞ് വെല്ലുവിളി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ നാട്ടിൽ തന്നെയാണ്. അത് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. മിഷനറിയായി മാറ്റിയ ഡോക്ടർമാരെ മുന്നിൽ പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് വിദ്യകൾ പഠിച്ചിട്ടാണ് ഇങ്ങനെയുള്ള പാവങ്ങൾ എങ്ങനെ ആക്കുന്നത്. ഇല്ലെങ്കിൽ വഴി അറിയാനുള്ള നല്ല വഴി കാണിച്ചു കൊടുക്കുക. ജീവിതശവം പോലെ ജീവിച്ചിട്ട് എന്ത് കാര്യം ഈ ഭൂമിയിൽ? ബാറ്ററി ഓടുന്ന വണ്ടി പോലെ. അപ്പോൾ ഈ ചെക്കന് ഇപ്പോൾ ജീവിതം തിരിച്ചു കിട്ടി. ജീവിതം ഇനി കല്യാണം കഴിക്കാം, കുട്ടികളുണ്ടാവും, ജോലി ചെയ്യാം, എന്ത് ജോലിയും ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, എന്ത് അസുഖം വന്നാലും ഇനി ഒറ്റയ്ക്ക് സ്വന്തം മാറ്റാനുള്ള ഒരു വൈദ്യനായി മാറി. അതാണ് എൻ്റെ പദ്ധതി. ഓരോ വീട്ടിലും ഒരു ഡോക്ടർ ഉണ്ടാകുക, അതേമാതിരി ഇയാൾ ഒരു വൈദ്യനായി മാറി എന്നുള്ളത് അത് 100% ഗ്യാരണ്ടി സത്യമാണ്. ഇതറിയോ? സുരേഷ് മേപ്പാടി യൂണിവേഴ്സിറ്റി ഓഫ് നാച്ചുറൽ സയൻസ് എന്ന് പറഞ്ഞുള്ള എല്ലാ സ്ഥാപനം ഇങ്ങനെ നടത്തുന്നുണ്ടോ? ഒരു വീട്ടിൽ നിന്ന് ഒരു വൈദ്യനെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരാൾക്കൊരു വൈദ്യം പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞ്, ഇനി നാട്ടുവൈദ്യമാണെങ്കിൽ പോലും ഒരു തലമുറകളായിട്ട് കൈമാറി വരുന്നൊരു പ്രോസസ്സാണ്. ഓക്കെ, എല്ലാ വീട്ടിലും ഒരു വൈദ്യൻ, എല്ലാ വീട്ടിലും ആളുകൾക്കും ഫസ്റ്റ് എയ്ഡ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ എന്താ പറയുക, ഈ അടുക്കള പൊടിക്കൈകളില്ലേ, അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നാട്ടുവൈദ്യം കംപ്ലീറ്റ് ആയിട്ട് ഒരു വീട്ടിൽ ഒരാളെ പഠിപ്പിച്ച്, ഒരു വീട്ടിൽ നിന്നൊരു വൈദ്യൻ, ഒരു വീട്ടിൽ നിന്നൊരു ഡോക്ടർ എന്നൊക്കെ സുരേഷ് മേപ്പാടി സ്വന്തമായിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടും പഠിച്ചിട്ടും ആണോ ചെയ്യുന്നതെന്നുള്ളതാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. ഓക്കെ, അത് കംപ്ലീറ്റ് സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ളത് ആർക്കറിയാം. ആണെങ്കിൽ എല്ലാ അസുഖവും മാറ്റും. ഇങ്ങനെയൊക്കെ കിടക്കൂല്ലേ? കുരങ്ങ് എന്തൊക്കെ കാട്ടണം അതൊക്കെ കാണിക്കണം. കുരങ്ങ് ഒരു വൈദ്യമാണ്. കുരങ്ങ് കാണിക്കണതൊക്കെ ഒരു വൈദ്യ രീതിയാണ്, ഒരു യോഗയാണ്. അതെ, കുരങ്ങ് ഒരു ഔഷധമാണ്, ഒരു യോഗ മാസ്റ്ററാണ്. കുരങ്ങ് കാണിക്കണതൊക്കെ യോഗയാണ്. ഇന്ന് ഈ നഗരത്തിൽ ഒരുപാട് യോഗ മാസ്റ്റർ ഉണ്ട്. എന്നാൽ കുരങ്ങിനെ പോലുള്ള ഒരു യോഗ മാസ്റ്റർ, മൃഗത്തിനെ പോലെ ഒരു യോഗ മാസ്റ്റർ ഈ ഭൂമിയിൽ ഉദിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇവിടെയും പോയി പഠിക്കാൻ ഞാൻ പറയുന്നില്ല. എന്നാൽ കുരങ്ങിനെയും മൃഗങ്ങളെയും പക്ഷികളൊക്കെ കണ്ടുപിടിക്കും യോഗ. ഓക്കെ, മനുഷ്യൻ പ്രകൃതിയെ നോക്കി പഠിക്കണം, പ്രകൃതിയിലെ ജീവികളെ നോക്കി പഠിക്കണം, പലതും സത്യമാണ്. അതൊക്കെ സുരേഷ് മേപ്പാടി പറഞ്ഞാൽ ഓക്കെ.
പക്ഷെ മനുഷ്യൻ യോഗ പഠിക്കേണ്ടത് കുരങ്ങനിൽ നോക്കിയിട്ടാന്ന് പറയുമ്പോൾ സുരേഷ് മേപ്പാടി അണ്ണോ നിങ്ങൾക്ക് കുറച്ചൊക്കെ എന്തൊക്കെയോ അറിയാം. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ നോക്കി പഠിക്കുന്നുമുണ്ട്, കണ്ടിട്ടുമുണ്ട്. പക്ഷെ നിങ്ങളത് കംപ്ലീറ്റ്ലി ആ കണ്ടതും പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തെറ്റാണ്. നിങ്ങൾ ഓടിപ്പോയി വെള്ളത്തിൽ ചാടണം, പൊന്തക്കാട്ടിൽ ചാടണം, ഓടിപ്പോയി കണ്ണിൽ കണ്ട സാധനങ്ങൾ നിങ്ങളെ കണ്ണിൽ കാണുന്ന എല്ലാം ഓക്കെ ശരിയാണ്. പണ്ടുള്ളവരും അപ്പം നമ്മളൊക്കെ വിശ്വസിക്കുന്നത് എന്താ, ഈ നേച്ചർ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും റെമഡി ഉള്ളൊരു സ്ഥലമാണ്. പക്ഷെ ഇതേ നേച്ചറിൻ്റെ അകത്ത് തന്നെ വിഷാംശമുള്ള സാധനങ്ങളുണ്ട്, മനുഷ്യന് കഴിക്കാൻ പറ്റാത്തതായിട്ടുള്ള സാധനങ്ങളുണ്ട്. മനുഷ്യൻ തൊട്ട് കഴിഞ്ഞാലോ കഴിച്ചു കഴിഞ്ഞാലോ മനുഷ്യൻ തട്ടിപ്പോണ രീതിയിലുള്ള സാധനങ്ങൾ ഈ പ്രകൃതിക്കകത്തുണ്ട്. പിന്നെ പ്രകൃതി തന്നെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നേച്ചർ ഇവോൾവ് ചെയ്യുകയാണ്. ഓരോ കാലഘട്ടം, ഓരോ ടൈം ടു ടൈം നേച്ചർ ഇവോൾവ് ചെയ്യുകയാണ്. ഇവോൾവ് ചെയ്യുന്ന ഈ നേച്ചറിനകത്ത് എന്തൊക്കെ വളരുന്നു, അത് എന്തൊക്കെ കഴിക്കാൻ പറ്റും, എന്തൊക്കെ എന്തിന് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനുഷ്യനും അതിനൊപ്പം വളരണം. ഇത് നിങ്ങൾ വൈദ്യം പഠിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ നാട്ടുവൈദ്യം അറിയോ, നിങ്ങൾക്ക് ഈ ചെടികളെ കുറിച്ച് കൂടുതൽ അറിയോ, എന്തിന് യൂസ് ചെയ്യുന്നു എന്നറിയോ എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങളെ കണ്ണിൽ കാണുന്ന സാധനം മൊത്തം കല്ലും ചെടിയും വെള്ളവും പുല്ലും പായോ ഒക്കെ നിങ്ങൾക്ക് എന്താണ് ഔഷധമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ എനിക്കെന്തോ ഇതൊരു ചുമ്മാ ആളുകളെ കാണിക്കാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു നാടകം മാതിരിയാണ് തോന്നുന്നത്.